അപ്പൊ ഞാൻ പറഞ്ഞേ നീ ഓൾ ഇന്ത്യ ട്രിപ്പ് അടിച്ചനെ, ഓൾ കാനഡ ട്രിപ്പ് അടിച്ചനെ, US ട്രിപ്പ് അടിച്ചനെ, പിന്നെ വേറെ പല ട്രിപ്സും നീ അടിച്ചു. ബാലി, ഇന്തോനേഷ്യ, അത് ഇപ്പൊ അടുത്ത് പോയി വന്നുള്ളൂ. ഇപ്പൊ അടുത്ത് UAE എന്നാണ് കഴിഞ്ഞ ആഴ്ച വന്നേ ഉള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞു ഇത്രയും നീ ട്രാവൽ ചെയ്തിട്ട് നിനക്ക് പറയാൻ സ്റ്റോറി ഇല്ല. ഇവിടെ എന്ത് തേങ്ങൊക്കെ നീ ട്രാവൽ ചെയ്തത്. സാംസൺ ചേട്ടൻ ഇപ്പൊ വിളിച്ച ബാംഗ്ലൂരായി, നാളെ ചിലപ്പോ ജപ്പാൻ. അതെ, അങ്ങനെയാണ് നാസി നിക്കണേ. അപ്പൊ ഞാൻ പറഞ്ഞു ഇത്രയും നീ ട്രാവൽ ചെയ്ത് നിനക്ക് സ്റ്റോറീസ് ഇല്ലെങ്കിൽ പിന്നെ എന്തിനാ നീ ട്രാവൽ ചെയ്തതെന്ന് വെച്ചാൽ. ഈ എപ്പിസോഡ് നിർത്തുമ്പോ എനിക്കൊരു കാര്യം പറയാനുണ്ട്. അതായത് ഇവര് ഈ എപ്പിസോഡിന്റെ പല ഭാഗത്തും ഇവര് നീലാകാശം, പച്ചക്കടൽ, ഭൂമി, കാശി, അങ്ങനെ കുറെ ഞാൻ ആ സിനിമ ഇതുവരെ ഞാൻ ആ പടം കുറെ വട്ടം കണ്ടു. Hey everyone, welcome to the most underrated podcast in Malayalam, After Hours Malayalis. ഇന്ന് നമ്മളുടെ പോഡ്കാസ്റ്റിൽ ഗസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത് ഒരു അഡ്വഞ്ചറർ, ഒരു ട്രാവൽ വ്ളോഗർ, അല്ലെങ്കിൽ ഒരു ഓട്ടോമോട്ടീവ് എന്തൂസിയാസ്റ്റ് ആണ് വന്നിട്ടുള്ളത്. അതിന്റെ ഉപരി എന്റെ ഭയങ്കര ഒരു ക്ലോസ് ഫ്രണ്ട് ആണ്. ഇപ്പൊ ഒരു 5 മിനിറ്റ് മുന്നേ സെമീറിന്റെയും ഐസ് ഓഫ് നാസി എന്ന് ഞങ്ങൾ എപ്പോഴും വിളിക്കുന്ന നാസിയാണുള്ളത്. നാസി, വെൽക്കം ടു ദ ഷോ. താങ്ക് യു. എങ്ങനെയുണ്ട്? ഞങ്ങളൊരു പ്രൊഡക്ഷൻ ക്വാളിറ്റി ഒക്കെ കണ്ടിട്ട് എങ്ങനെയുണ്ട്? അന്യായമാണ്, പ്രതീക്ഷയില്ല. നാസി, ഈ റൂമിന്റെ, നിങ്ങൾ ഇത് കാണുമ്പോ ഈ റൂമിന്റെ ഈ ഒരു ഭാഗം മാത്രമേ ഈ വീട്ടില് ഒരു മെനയുള്ളൂ. ബാക്കിയുള്ളതൊക്കെ അങ്ങ് അലമ്പായി കിടക്കണം. അപ്പൊ നാസി ഇങ്ങനെ കേറി വന്നപ്പോ ഇവിടെയാണോ പോഡ്കാസ്റ്റ് റെക്കോർഡ് ചെയ്യലെന്ന് വെച്ചാൽ അലമ്പൊന്നുമില്ല. ഒരു സ്ഥലത്ത് ഒരു വെള്ളത്തിന്റെ ഒരു കേസ്, ഒരു ബാസ്കറ്റ് ബോൾ, ഒരു ഫുട്ബോൾ, ഒരു അയൺ ബോക്സ്, ഒരു സൈക്കിളൊക്കെ അപ്പൊ അങ്ങനെയൊക്കെയാണുള്ളത്. നാസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാന് നാസിനെ അല്ലെ നാസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ഇവിടെ കാനഡയിൽ വന്നിറങ്ങിയത് ലണ്ടൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിറ്റിയിലാണ്. നമ്മളെ കഴിഞ്ഞൊരു എപ്പിസോഡിൽ നമ്മള് എന്റെ ബെസ്റ്റ് ഫ്രണ്ടായ എൽദോനെ നിങ്ങൾ പരിചയപ്പെട്ടോ. അതുപോലുള്ള വേറൊരു ഫ്രണ്ടാണ് നാസി. നമ്മളൊരു സർക്കിളിൽ പെട്ട ഫ്രണ്ടാണ്. നാസിനെ ഞാൻ പരിചയപ്പെടുന്ന ഫസ്റ്റ് എന്റെ ബർത്ത്ഡേക്കാണ്, Jan 3 ഞാന് വെള്ളിയാഴ്ച ജുമാക്ക് പള്ളിക്ക് പോയപ്പോ, നിങ്ങൾക്ക് എന്റെ കസിൻ അൻസലിനെ അറിയാലോ. അൻസലിന് വേറൊരു കസിൻ ഉണ്ട്, ഹാഫിൽ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഫ്രം 1 and 2 ഹാഫിലും എന്റെ കസിനാണ്. അപ്പൊ ഹാഫിലിന്റെ കൂടെ ഉണ്ട് നാസി എന്ന് പറഞ്ഞിട്ടൊരു ചെക്കൻ. അപ്പൊ ഹാഫിൽ എനിക്ക് പരിചയപ്പെട്ടത് നാസി പുതിയ കാനഡയിൽ വന്നിറങ്ങിയതാണ്. അപ്പൊ ഞാനൊരു 4 month സീനിയറാണ് നാസിന്റെ കാനഡയില്. അപ്പൊ ഞാൻ ഹായ് അതൊക്കെ അവരൊക്കെ പരിചയപ്പെട്ടു. അപ്പൊ ഞാൻ എന്റെ ബർത്ത്ഡേ ആണെന്ന് പറഞ്ഞപ്പോ ഹാഫിലുണ്ടെന്നപ്പോ നമുക്ക് ഭക്ഷണം കഴിക്കാൻ പോവാന്ന്. അങ്ങനെ നാസി വന്ന് നമ്മള് ബമ്യാൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അഫ്ഗാനി ക്യൂസീനൊക്കെ കഴിച്ച്, കബാബ് ഇതൊക്കെ കഴിച്ചിട്ട് അങ്ങനെയാണ് ഞാൻ നാസിനെ പരിചയപ്പെടുന്നത്. പിന്നെ ഞാൻ നാസിനെ എവിടുന്നും കണ്ടിട്ടില്ല. പിന്നെ ഞാൻ അല്ല, നമ്മളുടെ ലൈഫായി മുന്നോട്ട് നാസി ഞാനും ഒരു ഓവർലാപ്പ് വന്നില്ല. പിന്നെ ഞാൻ കേൾക്കുന്നതെന്ന് വെച്ചാല് നമ്മളെ ഈ ഒരു, അതായത് കുറച്ച് മലയാളീസ് കമ്മ്യൂണിറ്റി ഒക്കെ, നമ്മളെ കമ്മ്യൂണിറ്റിയിൽ ഒരു ചെക്കൻ ഔഡി കാർ എടുത്തു എന്നാണ് ഞാൻ കേൾക്കുന്നത്. അപ്പൊ ഞാൻ ഔഡിയോ, അപ്പൊ അവര് ആരാണ്? അപ്പൊ ഒരു നാസി എന്നൊക്കെ പറഞ്ഞു. അപ്പോഴും എനിക്ക് നിന്നെ കത്തിയില്ല. പിന്നെ ഒരു പ്രാവശ്യം ഞാന് ബബിൾ ടീ കുടിക്കാൻ വേണ്ടിയിട്ട് ഒരു ഷോപ്പിൽ പോയപ്പോണ്ട് നാസിന്റെ ഫ്രണ്ട്സും ഇതൊക്കെ ഇങ്ങനെ നിൽക്കുന്നേ. അപ്പോഴാണ് എന്നോട് ആരോ എന്റെ കൂടെ ഉള്ള ഏതോ ഫ്രണ്ട് ഉണ്ട്, ഈ ചെക്കനാണ് ഔഡി എടുത്തത് എന്നാണ്. അപ്പൊ ഞാൻ നോക്കിയപ്പോണ്ട് നാസി. അപ്പൊ ഞാനിങ്ങനെ ഞാൻ പിന്നെ വരെ കണ്ടിട്ട് അങ്ങനെ സംസാരിച്ചു. എന്നിട്ട് ഞാൻ എന്തൊക്കെ ഉണ്ട് കുറെ കണ്ടിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അവനോട് പറഞ്ഞു, നീ ഔഡി എടുത്തു എന്നൊക്കെ കേട്ടല്ലോ എന്നൊക്കെ ചോദിച്ചു. അപ്പൊ ചെക്ക ലോക ഹമ്പിള്. ഇവര് അങ്ങനെ എടുക്കേണ്ടി. അപ്പൊ ഞാനിങ്ങനെ പിന്നെ ഞാൻ ഇതിനെ കുറിച്ച് താല്പര്യം കാരണം ഞാൻ എന്താ എങ്ങനെ എടുത്തത്, പുതിയതാണോ അപ്പൊ നിങ്ങൾ ബുഞ്ഞു അത് ജസ്റ്റ് ഒരു സാധാ കാർ അങ്ങനെ. അപ്പൊ ഞാൻ വൻ ഹമ്പിളാണല്ലോ ചെങ്ങായി, ഇവരൊക്കെ ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറയട്ടെ. അങ്ങനെ നമ്മളൊരു ഫ്രണ്ട്ഷിപ്പ് തുടങ്ങിയതാണ്. എന്നിട്ട് പിന്നെ നമ്മൾ വൻ ക്ലോസ് ആയി.